എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്ന വിഷയം ഫുട്ബോളിന്റെ വേൾഡ് കപ്പിനെ പറ്റിയുള്ള ഒരു വിഷയമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ലോകം കാത്തിരിക്കുന്ന ഒരു ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. ലോകം കാത്തിരിക്കുകയാണ് ഈ വേൾഡ് കപ്പ് ആര് നേടും എന്ന ഒരു വിഷയം. അപ്പോൾ ഇപ്പോഴത്തെ കളിയുടെ കാര്യങ്ങൾ അനുസരിച്ച് എന്റെ നിഗമനം ആണ് ഞാനിവിടെ പറയുന്നത്. അതായത് ഫ്രാൻസ് ആണോ അർജന്റീനയാണോ വേൾഡ് കപ്പ് നേടാൻ പോകുന്നത് എന്നാണ് എനിക്കൊരു സംശയം. ഇവർ രണ്ടുപേരുടെയും, അതായത് ഫ്രാൻസിന്റെയും അർജന്റീനയുടെയും കളിക്കാരായ, അവരുടെ പ്രധാനപ്പെട്ട കളിക്കാരായ ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പയുടെയും അതുപോലെ തന്നെ അർജന്റീനയുടെ മെസ്സിയുടെയും അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരമുള്ള കാര്യമാണ്. ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം അവരുടെ ജാതകം നോക്കിയിട്ടുള്ള കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഓരോരുത്തർക്കും ഇപ്പൊ എന്താണ് സമയം, ഈ സമയം വെച്ച് അവർ വേൾഡ് കപ്പ് എങ്ങനെ നേടാം, അല്ലെങ്കിൽ അവർ വേൾഡ് കപ്പിലേക്ക് കൈവെക്കുമോ എന്ന് നമുക്കൊന്ന് ചെറിയ വിധത്തിലൊന്ന് ചിന്തിച്ചു നോക്കാം. അതായത് ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പയുടെ ജന്മകാര്യങ്ങൾ വെച്ച് നോക്കിയാൽ ജാതകപരമായി അദ്ദേഹം ജനിച്ചത് ഫ്രാൻസിൽ 20/12/1998 വെളുപ്പിന് 1:47 AM അതായത് വെളുപ്പിനാണ് ജനിച്ചത്, 1:47. അദ്ദേഹത്തിന്റെ നക്ഷത്രം അത് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നക്ഷത്രം പൂരാടം നക്ഷത്രമാണ്. പൂരാടം 1-ാം പാദത്തിൽ ജനിച്ച അദ്ദേഹത്തിന്റെ ജന്മരാശി ധനുരാശിയാണ്. ഗോചരപരമായിട്ട് ചിന്തിച്ചാൽ വേഴം അഷ്ടമത്തിലാണെങ്കിലും വേഴം ഇപ്പോൾ കർക്കിടകത്തിൽ തന്റെ ഉച്ചരാശിയിൽ സ്ഥിതനായി നിൽക്കുകയാണ് അദ്ദേഹം, വേഴഗ്രഹം. അപ്പൊ സർവേശ്വരകാരകനായ വേഴം ഗോചരമായി ചിന്തിച്ചാൽ വേഴം ഇദ്ദേഹത്തിന്, അതായത് കിലിയൻ എംബാപ്പക്ക് അഷ്ടമത്തിലാണെങ്കിലും ആ വേഴം കർക്കിടകത്തിൽ ഉച്ചത്തിലാണ് നിൽക്കുന്നത്. ആ ഒരു ഗുണമുണ്ട്. വേഴം ഉച്ചത്തിൽ നിൽക്കുന്നതിനാൽ അദ്ദേഹത്തിന്റെ അഷ്ടമദോഷം മാറിക്കിട്ടും. അതുകൂടാതെ ശനി 4-ൽ മീനത്തിലാണെങ്കിലും, മീനം എന്ന് പറഞ്ഞ കണ്ടകസ്ഥാനമാണ്, 4-ാം സ്ഥാനം. അപ്പൊ 4-ാം ഭാവം കണ്ടകം സ്ഥാനത്താണെങ്കിലും ഈ സമയം വേഴത്തിന്റെ 9-ാം ദൃഷ്ടി ശനിക്കുള്ളതിനാൽ ശനിദോഷം അവിടെ മാറിക്കിട്ടും. അതാണ് എൻ്റെ അകത്ത് മെയിൻ കാര്യം. അപ്പൊ ഇനി ഇതിപ്പോ ഗോചരപരമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി ജാതകപരമായി ചിന്തിച്ചാൽ ഇദ്ദേഹത്തിന്, അതായത് ഈ കിലിയൻ എംബാപ്പക്ക് ജാതകപരമായി ചിന്തിച്ചാൽ അദ്ദേഹത്തിന് ചന്ദ്രദശയിൽ ബുധന്റെ അപഹാരമാണ് നടക്കുന്നത്. ചന്ദ്രദശയിൽ ബുധന്റെ അപഹാരകാലം. അത് നല്ല സമയവും നല്ല ദശാസമയവും നല്ല അപഹാര സമയവുമാണ്. അതായത് ചന്ദ്രദശയിൽ ബുധന്റെ അപഹാരം വളരെ നല്ലതാണ്. രണ്ടും ശുഭഗ്രഹങ്ങളാണ്. ഇദ്ദേഹത്തിന്റെ നക്ഷത്രം ഞാൻ പറഞ്ഞു പൂരാടമാണ്. ഇദ്ദേഹത്തിന്റെ നക്ഷത്രം പൂരാടം നക്ഷത്രമാണ്. അപ്പോ ആത്മവിശ്വാസവും ധീരതയും കാണിക്കുന്ന ഒരു നക്ഷത്രമാണ് പൂരാടം നക്ഷത്രം. ആത്മവിശ്വാസവും ധീരതയാണ് ഇവരുടെ പ്രത്യേകത. ഒന്നിനും പതറാത്ത നെഞ്ചൂറ്റവും കഠിനാധ്വാനവും ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അതായത് ഈ കിലിയൻ എംബാപ്പയുടെ ഒരു പ്രത്യേകതയാണ്. പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ടു പോകാൻ ഇദ്ദേഹത്തിന് കഴിയും. സ്വന്തം കഠിനാധ്വാനം കൊണ്ട് ജീവിതത്തിൽ ഉയർന്ന നിലയിൽ എത്തുന്നവരാണ് പൂരാടം നക്ഷത്രക്കാർ. ആ പൂരാടം നക്ഷത്രത്തിലാണല്ലോ ഇദ്ദേഹം ജനിച്ചിരിക്കുന്നത്. അതിന്റെ ഗുണം ഇദ്ദേഹത്തിനും ഉണ്ടാവും. സ്വന്തം കഴിവിൽ വിശ്വസിച്ച് പ്രതിസന്ധികളെ പോലും പോരാടി തോൽപ്പിച്ച് ജീവിതത്തിൽ
വിജയം കൈവരിക്കാൻ ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പയ്ക്ക് കഴിയും എന്നത് ഒരു സത്യമായ കാര്യമാണ്. അതുവഴി ലോകകപ്പ് കയ്യിലൊതുക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞെന്ന് വരും. എന്നാൽ അതോടൊപ്പം തന്നെ അർജന്റീനയുടെ മെസ്സിക്കും വേൾഡ് കപ്പ് കയ്യിലൊതുക്കാനുള്ള സമയമാണിപ്പോൾ. അർജന്റീനയുടെ മെസ്സിക്കും വേൾഡ് കപ്പ് കയ്യിലൊതുക്കാൻ ഇപ്പോൾ ഒരു സമയം അദ്ദേഹത്തിന് നല്ല സമയമാണ്. ജാതകപരമായും ഗോചരപരമായും ചിന്തിച്ചാൽ ഇദ്ദേഹത്തിന് നല്ല സമയമാണ്. ഈ അർജന്റീനയുടെ മെസ്സിക്കും. ഇദ്ദേഹം ജനിച്ചത് 24/6/1987 5:50 AM ഇദ്ദേഹത്തിന്റെ ജന്മ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് പ്രകാരം നോക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ നക്ഷത്രം രോഹിണിയാണ്. വേടദശയിൽ ശുക്രന്റെ അപഹാരമാണ് ഇദ്ദേഹത്തിന് നടക്കുന്നത്. അപ്പൊ ജാതകവശാൽ ഇദ്ദേഹത്തിന് വേടദശയിൽ ശുക്രന്റെ അപഹാര സമയമാണ്. എടവക്കൂറിൽ ജനിച്ച ഇദ്ദേഹത്തിന് വേഴം 3-ലും ശനി 11-ലും നിൽക്കുന്ന ഗോചര സമയമാണ് ഇപ്പോഴുള്ളത്. ഈ 11-ലെ ശനി ഉപജയഭാവമായ 11-ലെ ശനി ഇദ്ദേഹത്തിന് ഗുണം ചെയ്യും. ഈ 11 എന്ന് പറഞ്ഞാൽ അത് ഉപജയഭാവമാണ്, അത് ജയത്തെ സൂചിപ്പിക്കുന്ന ഭാവമാണ്. അപ്പൊ 11-ലെ ശനി മെസ്സിക്ക് അത് ഗുണകരമാണ്. അദ്ദേഹത്തിന് തന്റെ കളിയിൽ ഉയർന്ന ലെവലിൽ ജയത്തിലെത്താനും അദ്ദേഹത്തിന് കഴിയും. അപ്പോ 11-ലെ ശനി ഉപജയഭാവം ആയതുകൊണ്ട് അത് ജയത്തെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ 3-ലെ വേഴം ഉച്ചത്തിൽ നിന്നുകൊണ്ട് ശനിയെ നോക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഈ 11-ൽ നിൽക്കുന്ന ശനിയെ ഈ വേഴം കർക്കിടകൻ രാശിയിൽ ഉച്ചത്തിൽ നിന്നുകൊണ്ട് ശനിയെ നോക്കുകയും ചെയ്യുന്നുണ്ട്. അത് വേഴം ശുഭഗ്രഹമാണ്. ശുഭഗ്രഹം പ്രത്യേകിച്ച് ഇതാണ്, അതായത് വേഴം സർവേശ്വര ഗ്രഹമാണ്. സർവേശ്വര ഗ്രഹം ഏത് ഭാഗത്തേക്ക് നോക്കുന്നുവോ അത് ശുദ്ധമാണ്. അപ്പോൾ ശനിയിലെ ദോഷങ്ങളെല്ലാം ഈ മെസ്സിക്ക് മാറ്റിക്കൊടുക്കാൻ ഈ വേഴത്തിന് കഴിയും. അതാണ് ഇവിടെ ചന്ദ്രദശ ഇത് ഗോചരപരമായിട്ടും അതുകൂടാതെ ജാതകപരമായിട്ടും മെസ്സിക്കുള്ള ഒരു സമയം. 2028 ജൂലൈ വരെ ശുക്ര അപഹാരം നടക്കുന്ന ഒരു സമയമാണ് മെസ്സിക്കിപ്പ. മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കുന്ന ഒരു നക്ഷത്രമാണ് ഈ രോഹിണി നക്ഷത്രക്കാർ. അതിൽ ഈ രോഹിണി നക്ഷത്രക്കാരായ മെസ്സിയും അതിൽ ഉൾപ്പെടുന്നു, ഇല്ലേ? സംസാരത്തിൽ എപ്പോഴും മാന്യതയും സ്നേഹവും കാത്തു സൂക്ഷിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ. ആകർഷമായ വ്യക്തിത്വവും കഠിനാധ്വാനവും കൊണ്ട് ജീവിതത്തിൽ മുന്നേറുന്നവരും കായിക പ്രവർത്തനങ്ങളിൽ ഉന്നതിയിൽ എത്തുന്നവരുമായിരിക്കും ഈ രോഹിണി നക്ഷത്രക്കാർ. അതായത് അർജന്റീനയുടെ മെസ്സിയുടെ നക്ഷത്രം രോഹിണിയാണ്. അപ്പൊ ഈ രോഹിണി നക്ഷത്രക്കാർ ഇങ്ങനെയുള്ളവരായിരിക്കും. ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ജാതക സമയവും ഗോചര സമയവും ഇദ്ദേഹത്തിന് ഇപ്പോൾ വേൾഡ് കപ്പ് നേടാൻ അനുകൂലമായ ഒരു സമയമാണ്. മെസ്സിയുടെ കയ്യിൽ വേൾഡ് കപ്പ് എത്തിയാൽ അത് അത്ഭുതപ്പെടാനില്ല. എന്നാൽ ഈ 2 പേരുടെ കാര്യങ്ങളും 2 പേരുടെ ജാതകവും ഞാൻ പരിശോധിച്ചപ്പോൾ, അതായത് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് അവരുടെ ജാതക പരിശോധനയും അതുകൂടാതെ അവരുടെ ഗോചരപരമായ കാര്യങ്ങളും ചിന്തിച്ചതിൽ ഇവിടെ മുൻതൂക്കം ആർക്കാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ മുൻതൂക്കം ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പക്കാണ് കൂടുതൽ വിജയസാധ്യത എന്ന് പറയാം. രണ്ടുപേരും നല്ല ഇതിലാണ്. എന്നിരുന്നാലും ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പക്ക് ആണ് ഇവിടെ വേൾഡ് കപ്പിൽ പിടുത്തം കൂടാൻ ഏറ്റവും നല്ല സമയം എന്ന് രണ്ടുപേരുടെ സമയം കൂടി വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നല്ല സമയം കിലിയൻ എംബാപ്പക്കാണ്. അപ്പൊ ഇതാണ് വേൾഡ് കപ്പിനെ പറ്റി എൻ്റെ ഒരു നിഗമനം. ഈ വിഷയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് ഇതിന്റെ അഭിപ്രായം, ഇതിന്റെ കമന്റ് എൻ്റെ ചാനലിൽ
ഇടണം എന്ന് ഒരു അഭ്യർത്ഥന നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.